നമ്മൾ ഈ മിഡിൽ ക്ലാസ് ലൈഫിൽ നിന്ന് റിച്ച് ലൈഫിലേക്ക് ഒന്ന് കരകയറണമെന്ന് വിചാരിക്കുമ്പോഴേ നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ നോക്കും. അങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കാൻ നോക്കുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ നമുക്ക് കടം വന്നു കയറും. അങ്ങനെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുവാൻ പോകുന്നത്. ഇനിയിപ്പോ വരുമാനം വർദ്ധിപ്പിക്കുവാനല്ല, നിലവിൽ എന്തെങ്കിലും ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംരംഭം നടത്തിക്കൊണ്ട് പോവുകയോ അല്ലെങ്കിൽ ഇതൊക്കെ തുടങ്ങുവാൻ ഉദ്ദേശിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനൊരു കഥയായിട്ട് പറയട്ടെ. എനിക്ക് കഥ പറയാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കുറച്ച് എഴുതുന്ന ഇപ്പോൾ ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ നമ്മുടെ കടയിൽ വന്ന ഒരു ചേച്ചിയുടെ കഥയായിട്ടോ നമ്മൾ പറയാം. നമ്മുടെ കടയിൽ വരുന്ന ഒരു ചേച്ചി, അവരുടെ ഹസ്ബൻഡ് ഗൾഫിൽ ജോലി ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ 15 വർഷത്തോളം ആ ചേട്ടൻ അവിടെ ഗൾഫിൽ ജോലി ചെയ്തിട്ട് ചെറിയൊരു ആരോഗ്യ പ്രശ്നം കാരണം തിരിച്ചു വന്നു. നിലവിൽ അവർക്ക് കടബാധ്യതകളൊന്നുമില്ല, കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഇവിടെ തിരിച്ചു വന്നപ്പോൾ ആ പൈസ കൊണ്ട് ഒരു യൂസ്ഡ് കാർ വാങ്ങിച്ചു. ഒരു 7-8 വർഷം പഴക്കമുള്ള ഒരു വണ്ടി വാങ്ങിച്ചു. എന്നിട്ട് ടാക്സി ആയിട്ട് ഓടാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇവരുടെ വീട്ടില് ഈ ചേച്ചി, ഈ ഭർത്താവും പിന്നെ ഈ ഭർത്താവിന്റെ അമ്മ, പിന്നെ 2 പെൺമക്കളാണ്. അവര് കോളേജിൽ പഠിക്കുകയാണ് കേട്ടോ. അവർക്ക് വരുമാനം ഒന്നും ആയിട്ടില്ല. അപ്പൊ ചേട്ടൻ തിരിച്ചു വന്നപ്പോൾ ചേട്ടൻ്റെ ഒരു പ്രതീക്ഷ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ ഇതുപോലെ ടാക്സി ഓടി അതിൽ നിന്നൊരു വരുമാനം കിട്ടും. പിന്നെ ഇവർക്ക് ഇപ്പോൾ കുറച്ചൊരു 100ഓളം റബ്ബർ മരങ്ങൾ ടാപ്പിങ്ങിന് പാകമായിട്ടുണ്ട്. അപ്പൊ അത് റബ്ബർ ടാപ്പിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ പൈസ കൊണ്ട് അത്യാവശ്യം വീട്ടു ചെലവുകളൊക്കെ നടന്നു പോകും. ഈ ചേട്ടനും ചേച്ചിക്കും ടാപ്പിങ്ങും അറിയാം. 1 വർഷം കൊണ്ട് ഇവർക്ക് അങ്ങ് കടം വരുവാണ് കേട്ടോ. എങ്ങനെ കടം വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് 2 പേർക്കും അറിയില്ല. പിന്നെ മുൻപ് ജീവിച്ചിരുന്ന ഒരു ലൈഫ് സ്റ്റൈലിലൊക്കെയാണ് ഭക്ഷണ രീതികൾ, യാത്രകൾ പോകുന്നതൊക്കെ ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മാത്രമല്ല ഇപ്പൊ കാറും കൂടെ എടുത്ത് നാട്ടിൽ കുറെ നാൾ നിൽക്കാതെയൊക്കെ ജോലി കളഞ്ഞിട്ടൊക്കെ ഗൾഫിൽ നിന്ന് വന്നത് കൊണ്ട് ഇവർ കുറെ ടൂറ് കാര്യങ്ങളൊക്കെ പോയി. ഇപ്പൊ ആദ്യമേ കുറച്ച് പൈസയൊക്കെ അങ്ങ് പൊടി പിടിച്ച്. അപ്പൊ ആദ്യമൊന്നും കുറച്ച് നാളൊന്നും ഈ വണ്ടി ഓടി വരുമാനമൊന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞ് വണ്ടി ഓടുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചേട്ടന് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് സ്ഥിരം വണ്ടിയൊന്നും ഓടുന്നില്ല, ബുക്കിംഗ് ട്രിപ്പൊക്കെയാണ് ഓടുന്നത്. ചുരുക്കി പറഞ്ഞ് ഇവർക്ക് വിനോദത്തിന് ഒരു കാർ എടുത്ത പോലെയായ അവസ്ഥ. വേറെ വാഹനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ കാർ ഉപയോഗിക്കേണ്ടി. പെട്രോൾ അടിക്കാതെ കാർ ഓടത്തില്ലല്ലോ. മാത്രമല്ല ഈ പഴയ വണ്ടി ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ പണി വരുന്നു. ഇതിന് മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യും? പ്രത്യേകിച്ച് വേറെ സമ്പാദ്യമൊന്നുമില്ല, കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം കൊണ്ടാണല്ലോ ഈ കാറ് വാങ്ങിച്ചത്. അപ്പോൾ ഇവര് കടം വാങ്ങിച്ചിട്ട് ആ പലിശ ഇവര് തിരിച്ചടയ്ക്കണം. പലിശ അടക്കം ഈ കടം വാങ്ങിച്ച തുക തിരിച്ചടയ്ക്കേണ്ട അവസ്ഥ വരുവാണ്. ചെറിയ ചെറിയ തുകകളൊക്കെ ആദ്യം കടമെടുത്തു. അപ്പൊ എന്താണ് പ്രതീക്ഷ? വണ്ടി ഓടുമ്പോൾ തിരിച്ചടയ്ക്കണം. അങ്ങനെ വണ്ടി ഓടി തിരിച്ചടയ്ക്കും. അപ്പോഴേക്കും അടുത്ത പണി വരും. അപ്പോൾ അടുത്ത കടം വാങ്ങിക്കും. പിന്നെ വണ്ടി ഓടി തിരിച്ചടയ്ക്കും. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി പണിയുവാൻ വേണ്ടി കടം വാങ്ങിച്ചിട്ട് അതിന്റെ പലിശയും ഈ കടവും തിരിച്ചടയ്ക്കുവാൻ വേണ്ടി മാത്രം ഈ വണ്ടി ഓടേണ്ട അവസ്ഥയിലേക്കും ഈ വയ്യാത്ത ചേട്ടൻ. അപ്പോൾ ഇതങ്ങനെയാണെങ്കിൽ വീട്ടിൽ വെറുതെ ഇരുന്നാൽ പോരായിരുന്നോ? വീട്ടിൽ വെറുതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ വരുമാനം ഉണ്ടാവില്ല എന്നല്ലോ. ഇത്രയും കിടന്ന് കഷ്ടപ്പെടണം, അദ്ദേഹത്തിന്റെ ആരോഗ്യം കളയണം. അപ്പൊ പുള്ളിയുടെ ആരോഗ്യവും കളഞ്ഞ് കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യവും കളഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെറുതെ ഓടുന്ന വണ്ടികളാണ് നമ്മളിൽ പലരും, അല്ലേ? ഈ ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ കാര്യങ്ങൾ കുറെ വ്യക്തമായില്ലേ? എന്തിനെന്നറിയാതെ രാവിലെ മുതലേ വൈകുന്നേരം വരെ ഇങ്ങനെ ജോലി എടുക്കും. അതിൽ നിന്ന് പ്രത്യേകിച്ച് വലിയ മെച്ചമൊന്നും ഇല്ല. അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ ഒരു കട തന്നെയാണെങ്കിൽ നമ്മൾ ഈ ഗ്രാമപ്രദേശത്ത് ഇപ്പോൾ ഒരു വരുമാനം കുറവാണെങ്കിൽ ഒരു ചെറിയ കട ഇടുവാണെങ്കിൽ വലിയ മെയിൻ്റനൻസ് കോസ്റ്റും വരില്ല, റെന്റും കുറവായിരിക്കും, എങ്ങനെയൊക്കെ അത് നടന്നു പോകും. പക്ഷെ സിറ്റിയിൽ ചെന്ന് ഭയങ്കര പോഷ് കാണിച്ചൊരു കടയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒത്തിരി പൈസയാവും. അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ് ഒക്കെ കൊടുക്കേണ്ടത്, ഡെപ്പോസിറ്റ്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുക്കുന്നത് കൂടുതലായിരിക്കും, റെന്റ് കൂടുതലായിരിക്കും, മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലായിരിക്കും. നല്ല പോഷായിട്ട് ഇന്റീരിയർ വർക്കൊക്കെ ചെയ്ത് കട ഇടേണ്ടത് കൊണ്ട് മുടക്കുമുതലും എല്ലാം കൂടുതലായിരിക്കും. അപ്പൊ അവിടെ ഒരു കടയിട്ടിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു കച്ചവടം കിട്ടിയില്ലെങ്കിൽ സിറ്റിയിൽ കടയിടുമ്പോൾ നമുക്ക് നഷ്ടം വരാൻ സാധ്യതയുണ്ട്. ഗ്രാമപ്രദേശത്തെ കടകളൊക്കെ എങ്ങനെയെങ്കിലും നടന്നു പോകും. ചില്ലറ കച്ചവടങ്ങൾ വഴിയാണെങ്കിലും ചെലവില്ലാത്തതുകൊണ്ട് അതങ്ങ് നടന്നു പോകും. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സംരംഭമൊക്കെ തുടങ്ങുമ്പോൾ നമുക്ക് നഷ്ടം വരുമോ? നമുക്ക് ഇതിന്റെ ചെലവുകൾ താങ്ങാൻ സാധിക്കും? ഈ ചെലവുകൾ കഴിഞ്ഞിട്ടുള്ള വരുമാനം, ബാക്കി വരുന്ന ലാഭം നമുക്ക് കൂടുതലായിരിക്കുമോ എന്നൊക്കെ ചിന്തിച്ചൊരു കണക്കൂട്ടലിൽ വേണം നമുക്ക് എന്തെങ്കിലും വരുമാനം ഉള്ള സംരംഭങ്ങളോ അല്ലെങ്കിൽ ജോലിയോ ഒക്കെ തുടങ്ങാനായിട്ട്. ജോലിയുണ്ട്, നമുക്ക് കൃത്യസമയത്ത് ബസ്സൊന്നും ഇല്ലാത്ത സ്ഥലത്തോട്ടൊക്കെ നമ്മൾ ജോലിക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഓട്ടോയൊക്കെ വിളിച്ച് പോകണമെങ്കിൽ ഒരുപാട് ചിലവ് വരും, നമ്മുടെ സമയനഷ്ടം വരും. അപ്പൊ ജോലിക്ക് പോകുമ്പോഴുണ്ട് നമ്മൾ ടയേർഡായി പോകും. അതൊക്കെ നോക്കി വേണം കേട്ടോ ജോലിയും തിരഞ്ഞെടുക്കുവാനായിട്ട്. അപ്പൊ പറഞ്ഞു വന്നത്, എന്തെങ്കിലും ഒരു ജോലി ആരെങ്കിലുമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൈഡായിട്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്തിട്ട് കാര്യമില്ല.
അപ്പൊ ഈ കാറിന്റെ കാര്യം പറഞ്ഞില്ലേ, ഈ കാറ് തന്നെ രാപകലില്ലാതെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത വണ്ടിയൊക്കെ ഓടുന്നവർക്ക് മാത്രമാണ് കേട്ടോ ഈ ടാക്സി ഒക്കെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നല്ലൊരു വരുമാനം കിട്ടുവാനുമായിട്ടും അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മെച്ചം പിടിക്കുവാനായിട്ടും പിന്നീട് റിച്ച് ആകുവാനൊക്കെ ആയിട്ട് സാധിക്കുകയുള്ളൂ. ഈ വണ്ടിപ്പണി തെണ്ടിപ്പണി എന്ന് കേട്ടിട്ടില്ല, അത് സത്യമാണ്. അത് സൂക്ഷിച്ച് കണ്ടുമൊക്കെ അത് നടത്തിക്കൊണ്ട് പോയില്ലെങ്കിൽ എല്ലാവരും കടക്കണിയിലോ. മിക്ക ഡ്രൈവേഴ്സ് ഉള്ള വീട്ടിൽ ഇതുപോലെ ടാക്സി ഡ്രൈവേഴ്സ് ഉള്ള ഓട്ടോറിക്ഷ ആയിക്കോട്ടെ കാറായിക്കോട്ടെ അവരുടെ വീട്ടിലെല്ലാം എന്തെങ്കിലുമൊക്കെ ഒരു കടം കാണും സാധാരണക്കാരുടെ വീട്ടിൽ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം. പിന്നെ നമുക്ക് സ്ത്രീകളെ സംബന്ധിച്ചിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ കടം കയറാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. പച്ചക്കറി നടാം, തുണിയുടെ ചെറിയ രീതിയിലുള്ള ബിസിനസ്, കടമൊന്നും കൊടുക്കാതിരുന്നാൽ മതി. ചെറിയ രീതിയിൽ തുണിയുടെ ബിസിനസ്സും ചെയ്ത് തയ്യൽ അറിയാവുന്നൊരു തയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കടമൊന്നും കയറൂല. ചില ചേച്ചിമാരുണ്ട് കേട്ടോ, അതായത് ചില അമ്മമാരൊക്കെ വലിയ ജോലി വരെ ഒന്നും ഉണ്ടാവില്ല. അതായത് വേറെ വീട്ടിലുള്ളവർക്കൊക്കെ നല്ല ജോലിയും ശമ്പളമൊക്കെ ഉണ്ടെങ്കിൽ അവർ കടക്കണിയിലായിരിക്കും. എന്നാൽ വീട്ടിൽ തന്നെ ഇരിക്കുന്ന വീട്ടമ്മമാരായിട്ടുള്ള ചില സ്ത്രീകളുണ്ട്, അവർക്ക് കടമൊന്നും വരികയില്ല. അവർക്ക് ആരും അറിയാത്ത കുറച്ച് തങ്കരം വെച്ച പൈസ ഉണ്ടാവും. തങ്കരം വെക്കാന്ന് വെച്ചാൽ പാത്ത് വെച്ച പൈസ ഉണ്ടാവും. അവർ കുറേശ്ശെ ഉറുമ്പ് സ്വരുക്കൂട്ടുന്നത് പോലെ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടാവും. ഇവരുടെ ഒരു നേട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലിരിക്കുന്ന ഈ വീട്ടമ്മമാര് കുറച്ച് 10 കോഴിയെ വളർത്തി കുറച്ച് മുട്ട വിറ്റോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആടിനെ വളർത്തിയോ, അല്ലെങ്കിൽ തുണി തയ്ച്ചു കൊടുത്തോ, അല്ലെങ്കിൽ പച്ചക്കറി നട്ടിട്ടോ, വീട്ടു ചെലവ് മെച്ചം പിടിച്ചിട്ടോ ഒക്കെ സേവ് ചെയ്യുന്ന പൈസ അവർ ചെറിയ രീതിയിൽ കൂട്ടി ചെറിയ പോസ്റ്റ് ഓഫീസിലെ കുറുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൂടി ചെറിയ ചിട്ടികളൊക്കെ അയൽവക്കത്ത് കൂടിയൊക്കെ അവരത് ചെറിയ എമൗണ്ടിന് വലുതാക്കി മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. പല തുള്ളി പെരുവെള്ളം എന്ന് കേട്ടിട്ടില്ല, പല സ്ഥലങ്ങളിലായിട്ടൊക്കെ ചെറിയ രീതിയിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് അത് തന്നെ കടുകും പാത്രത്തിലും അരിപാത്രത്തിലും അവിടെ ഇവിടെയൊക്കെ ഒളിപ്പിച്ചും കിടക്കേണ്ട അടിയിലൊക്കെ ഒളിപ്പിച്ച് വെച്ച് അവർ പല രീതിയിലൂടെ സേവ് ചെയ്ത് അവർ ആ പൈസ മെച്ചം പിടിച്ച് അവരത് വലിയൊരു എമൗണ്ട് ആക്കിക്കൊണ്ടുവരുന്ന ചേച്ചിമാരുണ്ട്. എത്രയോ അമ്മമാരാണല്ലോ ഇങ്ങനെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചിരിച്ച പൈസ സ്വരുക്കൂട്ടി പെമ്മക്കളൊക്കെ കെട്ടിക്കുവാനായിട്ട് സ്വർണ്ണമൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. പലപ്പോഴും അവരുടെ വിവാഹപ്രായം എത്തുമ്പോഴൊക്കെ ആയിരിക്കും മറ്റുള്ളവർ അറിയുന്ന ഇത്രയും സ്വർണ്ണമൊക്കെ അവർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെന്ന്. അപ്പൊ എത്ര ജോലിയുണ്ട്, എത്ര വരുമാനം ഉണ്ടെന്നൊന്നും നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. നമുക്ക് പൈസ സേവ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന വരുമാനം നമ്മുടെ കയ്യിൽ നിൽക്കാനൊക്കെ സാധിക്കണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന വരുമാനം ചെലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ ഉണ്ടാക്കണം. ചെലവ് കുറഞ്ഞ രീതിയിൽ വരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ കാറിന്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഈ കാറിന്റെ കാര്യം തന്നെ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞത്. അപ്പൊ ചെലവ് വളരെ കുറഞ്ഞ രീതിയിൽ വേണം നമ്മൾ വരുമാനം ഉണ്ടാക്കാനായിട്ട്. ഈ രണ്ടാമത്തെ കാര്യം, നമ്മളൊരു വരുമാനം നേടുമ്പോൾ നമ്മുടെ സമയവും നമ്മുടെ എനർജിയും കൊടുത്തെങ്കിൽ മാത്രമാണല്ലോ നമുക്കൊരു വരുമാനം കിട്ടുകയുള്ളൂ. അപ്പൊ അത് നമ്മളിപ്പോൾ ഒരു 8 മണിക്കൂർ സമയത്തേക്ക് നമ്മുടെ എനർജി എവിടെയെങ്കിലും നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനം, ഈ സ്ഥലത്തുനിന്ന് കിട്ടുന്ന വരുമാനം, അടുത്ത സ്ഥലത്തുനിന്ന് കിട്ടുന്ന വരുമാനം, അതിൽ ഏതാണ് വലുത്? വരുമാനം കൂടുതൽ കിട്ടുന്ന ജോലി അല്ലെങ്കിൽ സംരംഭം വേണം തിരഞ്ഞെടുക്കുവാനായിട്ട്. ഒരു പ്രൊഡക്റ്റ് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ വിൽക്കുമ്പോൾ 10 എണ്ണം വിൽക്കുവാൻ സാധിക്കും. ആ 10 എണ്ണം ഈ പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് 500 രൂപയാണെന്ന് ഇരിക്കട്ടെ. അതേ സമയം കൊണ്ട് തന്നെ ഞാൻ വേറൊരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ എനിക്ക് 1000 രൂപ ലാഭം കിട്ടുമെങ്കിൽ ഞാൻ 1000 രൂപ ലാഭം കിട്ടുന്ന പ്രൊഡക്റ്റ് വിൽക്കുവാനായിട്ട് നോക്കണം അല്ലേ. അപ്പോൾ ചെറിയൊരു ഉദാഹരണമാണ് കേട്ടോ പറഞ്ഞത്. നമുക്ക് ഒരു നിശ്ചിത സമയത്തേക്ക് നമ്മുടെ ഒരു നിശ്ചിത ഊർജം കൊടുത്ത് നമുക്കൊരു വരുമാനം നേടുവാൻ സാധിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടുതൽ ലാഭമുള്ള കാര്യം നേടുക, കൂടുതൽ വരുമാനമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക. അതും നമ്മളുടെ കൈകളിലേക്ക് വരുന്ന പണത്തിന്റെ അളവ് കൂട്ടും. ക്രമേണ നമുക്ക് കൂടുതൽ പണം സേവ് ചെയ്യാൻ സാധിക്കും. ക്രമേണ നമ്മൾ റിച്ച് ആവുകയും ചെയ്യും. അപ്പൊ ഈ 2 കാര്യങ്ങൾ മനസ്സിലായില്ലേ? മെയിൻ്റനൻസ് കോസ്റ്റ് കുറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കണം. 2, കൂടുതൽ ലാഭമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ വരുമാനം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. അപ്പൊ മെയിൻ്റനൻസ് കോസ്റ്റ് കുറയുമ്പോൾ തന്നെ നമുക്ക് ലാഭം ഉണ്ടാവും. രണ്ടാമത് നമുക്ക് ലാഭം കൂടുതൽ, സ്വതവേ ലാഭം കൂടുതലുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യുവാനായിട്ട്. മറക്കണ്ട, മെയിൻ്റനൻസ് കോസ്റ്റ് ചെലവുകൾ കുറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ ഒരു സൈഡ് നമ്മൾ ലാഭം കൂടുതലുള്ള കാര്യങ്ങൾ നോക്കണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.